പ്രഭാത വിചാരത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം. യേശുവിന്റെ നാട്ടിൽ വളരെ പ്രധാനമായി സുവിശേഷങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന രണ്ട് തടാകങ്ങളുണ്ട്. ഒന്നാമത്തെ തടാകം ഗലീല തടാകമാണ്. രണ്ടാമത്തേത് ചാവുകടലാണ്. ചാവുകടൽ എന്ന് പറയുമ്പോൾ അതൊരു കടലല്ലേ എന്ന് നമ്മുടെ മനസ്സിൽ ഒരു ചിന്ത കടന്നു വരും. ഗലീല കടൽ എന്നും സുവിശേഷങ്ങളിൽ ഇടയ്ക്കിടെ പരാമർശിച്ച് കാണുന്നുണ്ട്. എന്നാൽ കടൽ എന്നുള്ള അർത്ഥത്തേക്കാൾ ഏറ്റവും അധികം യോജിക്കുന്നത് തടാകം എന്ന വാക്കാണ്. ഈ രണ്ട് തടാകങ്ങൾക്കും വ്യത്യസ്തമായ സ്വഭാവങ്ങളായിരുന്നു. ഗലീല തടാകത്തിനുള്ള സ്വഭാവമല്ല ചാവുകടലിന് ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ചാവുകടൽ ഗലീല തടാകത്തിൽ നിന്ന് വ്യത്യസ്തമായി പോയത്. എന്താണ് ഈ വ്യത്യസ്തതയ്ക്ക് നിദാനമായിരിക്കുന്നത്? നാനാജാതി വർഗത്തിൽപ്പെട്ട മത്സ്യങ്ങളും ജീവജന്തുക്കളും ഉൾക്കൊള്ളുന്നതാണ് ശുദ്ധജലം ഉള്ള ഗലീല തടാകം. അതിൽ ജീവൻ എപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അനേക ഇന മത്സ്യങ്ങൾ ഈ ഗലീല തടാകത്തിലുണ്ട്. നേരെ മറിച്ച് ചാവുകടൽ ജീവനില്ലാത്ത അധികം സാന്ദ്രതയുള്ള വെള്ളമുള്ള ഒരു തടാകമാണ്. ഈ രണ്ടിനും ഇത്തരം വിശേഷപ്പെട്ട സ്വഭാവങ്ങൾ ഉള്ളപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ വ്യത്യസ്തമായിരിക്കുന്നതെന്ന് ചിന്തിച്ചാൽ വളരെ വ്യക്തമായി നമുക്ക് ചില സൂചനകൾ ലഭിക്കുന്നുണ്ട്. ഈ ചാവുകടലിനെയും ഗലീല തടാകത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നദി യോർദാൻ നദിയാണ്. യോർദാൻ നദി ഹെർമോൻ മലകളിൽ നിന്ന് ഉത്ഭവിച്ച് ഗലീല തടാകത്തിന്റെ വടക്കേ അറ്റത്ത് വന്ന് പതിച്ച് ആ തടാകത്തെ ജലസമൃദ്ധമാക്കി മാറ്റുകയാണ്. പിന്നീട് അതിന്റെ തെക്കേ അറ്റത്ത് നിന്ന് തുടർന്ന് ഒഴുകി ആ യോർദാൻ നദി ചാവുകടലിൽ പതിക്കുകയാണ്. എന്നാൽ ചാവുകടലിൽ എത്തുന്ന യോർദാൻ നദി പിന്നീട് അവിടെ നിന്ന് തുടർന്ന് ഒഴുകുന്നില്ല. പകരം ആ വെള്ളം അവിടെ കെട്ടിക്കിടക്കുകയാണ്. ഗലീല തടാകം ഹെർമോൻ മലകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന യോർദാൻ നദിയിലൂടെ ഒഴുകുന്ന ശുദ്ധജലത്തെ സ്വീകരിച്ച് യോർദാൻ നദിയിലൂടെ തന്നെ വെള്ളം കൊടുക്കുകയാണ്. സ്വീകരിക്കുകയും കൊടുക്കുകയും ചെയ്യുന്ന തടാകമാണ് ഗലീല തടാകം. അതുകൊണ്ട് തന്നെ അതിലെ വെള്ളം എപ്പോഴും ശുദ്ധമായിരിക്കും. ഗലീല തടാകം നമുക്ക് നൽകുന്ന ഒരു സന്ദേശമുണ്ട്. സ്വീകരിക്കുന്ന എന്തും കൊടുക്കുവാനും നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. ജീവിതത്തിൽ സ്വീകരിക്കുക മാത്രമല്ല, കൊടുക്കുന്നതും സന്തോഷകരമാണ്. അത് അത്യുത്തമമാണ്. റിസീവ് ആൻഡ് ഗീവ്. നമ്മൾ സ്വീകരിക്കുന്നത് കൊടുക്കുക. വിദ്യാഭ്യാസമാണെങ്കിലും സമ്പത്താണെങ്കിലും അനുഗ്രഹങ്ങളാണെങ്കിലും കഴിവുകളാണെങ്കിലും അധ്വാന ഫലമാണെങ്കിലും നമ്മളിൽ എത്തിച്ചേരുന്നതിന്റെ ഒരു ഫ്ലോ മറ്റുള്ളവരിലേക്കും എത്തുമ്പോഴാണ് അത് ശുദ്ധമായിട്ട് തീരുന്നത്, അത് അനുഗ്രഹപ്രദമായി മാറുന്നത്. എന്നാൽ ചാവുകടലാകട്ടെ യോർദാനിൽ നിന്ന് അത് വെള്ളം സ്വീകരിക്കുന്നുണ്ട്. യോർദാനിൽ നിന്ന് ചാവുകടലിൽ എത്തുന്ന വെള്ളം ശുദ്ധിയുള്ള വെള്ളമാണ്. എന്നാൽ ചാവുകടലിൽ എത്തുന്ന വെള്ളം തുടർന്ന് ഒഴുകാത്തതിനാൽ അവിടെ കെട്ടിക്കിടന്ന് സാന്ദ്രതയേറി അത് അശുദ്ധമായി തീരുന്നു. അതിൽ ജീവജാലങ്ങൾക്ക് പാർക്കാൻ, വളരാൻ, ജീവിക്കാൻ സാധിക്കാതെ വരുന്നു. അത് മൃതപ്രായമായിരിക്കുന്നു.
അത് മരണത്തിന്റെ ഒരു തടാകമായി മാറുന്നു. സ്വീകരിക്കുന്നത് കൊടുക്കാതിരിക്കുന്ന ഒരു തടാകമാണ് ചാവുകടൽ. ദൈവം നമുക്ക് തന്ന ദാനങ്ങളെ നാം സ്വീകരിക്കുകയും നമ്മിലൂടെ മറ്റുള്ളവരിലേക്ക് അത് പ്രസരിപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് ക്രിസ്തീയ ജീവിതം അർത്ഥപൂർണമാവുക. അത് ഗലീല തടാകത്തിന് തുല്യമാണ്, വിശുദ്ധിയുടെ മാതൃകയാണ്. എന്നാൽ സ്വീകരിക്കുക മാത്രം ചെയ്യുന്ന ചാവുകടലിന്റെ സ്വഭാവം നമ്മുടെ വ്യക്തിജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ, സഭാജീവിതത്തിൽ, സാമൂഹ്യ ബന്ധങ്ങളിൽ അത് അതൃപ്തി പ്രദാനം ചെയ്യുന്നു, അശുദ്ധിയുടെ ഒരു മാതൃകയായി തീരുന്നു. അത് സ്വാർത്ഥതയുടെ ഒരു പ്രതീകമായി രൂപാന്തരം പ്രാപിക്കുന്നു. അതിൽ നിന്ന് മറ്റുള്ളവർക്ക് ഒരു പ്രയോജനവും ലഭിക്കാതെ വരുന്നു. മറ്റുള്ളവരുടെ മുമ്പിൽ നിർജീവവും നിഷ്ക്രിയവുമായി അത് മാറുന്നു. അതുകൊണ്ടാണ് ചാവുകടൽ ജീവനില്ലാതെ ആയിപ്പോയത്. സ്നേഹമുള്ളവരെ, നമുക്ക് ചാവുകടലിനെ പോലെയല്ല, ഗലീല തടാകത്തെ പോലെ വിശുദ്ധിയുടെ മാതൃകയായി തീരാൻ ദൈവത്തിൽ നിന്ന് സ്വീകരിക്കുന്ന ദാനങ്ങളെ മറ്റുള്ളവരിലേക്ക് പ്രസരിപ്പിക്കാനും കൂടി നമുക്ക് കഴിയട്ടെ. നമ്മുടെ ജീവിതം അങ്ങനെ സന്തോഷപ്രദവും അനുഗ്രഹകരവുമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായ ഒരു പ്രഭാതകാലവും ശോഭനമായ ഒരു പുതിയ ദിവസവും നേരുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. തള്ളപ്പെട്ടു കിടന്നിരുന്നു, ഉടഞ്ഞുപോയ പാത്രമാണ്, ഉപയോഗമറ്റിരുന്നു. ഒന്നിനും ഉതകാതെ തള്ളപ്പെട്ടു കിടന്നിരുന്നു. കുശവനെ നിൻകാരം നീട്ടി എന്നെ മെനഞ്ഞല്ലോ. വീണുപോയ ഇടങ്ങളിലെല്ലാം എൻ തലയെ ഉയർത്തിയേ. തള്ളപ്പെട്ടു കിടന്നിരുന്നു, ഉടഞ്ഞുപോയ പാത്രമാണ്, ഉപയോഗമറ്റിരുന്നു. ഒന്നിനും ഉതകാതെ തള്ളപ്പെട്ടു കിടന്നിരുന്നു.